ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റിൻ്റെ ഓവറോൾ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് തൊട്ടുള്ള ഒരു സോയിൽ ക്ലേ ജേണിയാണ് നമ്മുടെ ഓവറോൾ കണ്ടന്റ്. ഒരുവിധം യൂട്യൂബിൽ നമ്മൾ സോയിൽ ക്ലേനെ വെച്ചുള്ള വീഡിയോസ് നോക്കുമ്പോൾ എല്ലാതും ഒരു എക്സ്റ്റെൻറ്റ് വരെ സക്സസ് ആയിട്ടുള്ള വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് പാളിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ റീവർക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ കുറേ യൂട്യൂബിൽ നോക്കിയെങ്കിലും അധികം കണ്ടൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ച സോയിൽ ക്ലേന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം പാളിപ്പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിഗ്ഗി ബാങ്ക് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയോ അങ്ങനെ എന്ത് സാധനം എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം ഉണ്ടാക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ ചെയ്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതുപോലെ ഫുൾ ക്രാക്കായിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ജേണിയിലെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഒരു പിഗ്ഗി ബാങ്കോ എന്ത് സാധനം സോയിൽ ക്ലേ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബേസ് ആയിട്ട് പ്ലാസ്റ്റിക് പാത്രമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ്ലി സോയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഷേപ്പിലാണോ അത് ഉണ്ടാക്കാൻ വിചാരിച്ച് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ അറിയുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കൂട്ടുകാർ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ച ക്രാഫ്റ്റ് എല്ലാം ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുക. അതിനുശേഷം ആദ്യം വെള്ളത്തിൽ ഇതുപോലെ മുക്കി വയ്ക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 2, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സോയിൽ ക്ലേ ആയതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ട. കുറച്ച് നേരം സോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു പരിവാവും. അപ്പം നിങ്ങൾ ഇതുപോലെ വെയിലത്ത് വെക്കുക. അതിനുശേഷം അതൊന്ന് നന്നായി കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം കൂടി ഞാനൊന്ന് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുഴച്ചെടുത്ത ക്ലേ അധികം കട്ടിയാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് കട്ടിയിൽ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മേലെ പരത്തി കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഭയങ്കര തിൻ ലെയർ ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത്. അതാണ് ബേസിക്കായിട്ട് നമ്മുടെ സോയിൽ കംപ്ലീറ്റ്ലി ക്രാക്ക് ആയി പോകാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ നല്ല തിക്കായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രമാണ് ട്രാൻസ്ഫോം ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് ലെയർ ഓഫ് സോയിൽ ക്ലേ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊരു നനഞ്ഞ തുണി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നനച്ചിട്ടാണ് ഞാൻ മൂടി വെച്ചത്. അതിനുശേഷം ഇതുപോലെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ ചെവിയും കണ്ണും മൂക്കും വായൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാക്ക് വരാൻ തുടങ്ങി. പിന്നെ ക്രാക്ക് വലുതായി തുടങ്ങി. അപ്പം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ക്രാക്കിലെല്ലാം ഒന്ന് പേസ്റ്റാക്കി തേച്ച് കൊടുത്തു. പിന്നെ മൊത്തത്തിലൊക്കെ ഒന്ന് ക്രാക്കെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സോയിൽ മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ ചെവിയാണെങ്കിലും കണ്ണാണെങ്കിലും വായയാണെങ്കിലും അതിനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പാത്രം വെച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇതുപോലെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് സോയിൽ ക്ലേ മാത്രം യൂസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്കൊന്നും വരാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോൻ്റെ മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ക്ലേ യൂസ് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സോയിൽ ക്ലേ മാത്രം യൂസ് ചെയ്തിട്ട് ഫുൾ ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ക്രാക്ക് വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പിഗ്ഗി ബാങ്ക് ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടൊരു താങ്ക്സ് പറയാനുള്ളത് ലേസി ഡേയ്സിൻ്റെ അടുത്താണ്. ഞാൻ ലേസി ഡേയ്സിൻ്റെ ചാനൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനെ ഒരു ക്രാക്ക് വീണപ്പോഴും ലേസി ഡേയ്സിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു റെഡ് ഹാർട്ടും കൂടി കമൻറ്റ് ചെയ്യുക.